ഇതിപ്പോൾ ഇവിടെ സ്കൂൾ ബസ് തടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ നമ്മൾ വന്നതാണ്. അപ്പോൾ ഇന്നിവിടെ സ്കൂൾ ബസ്സൊന്നും തടുത്തിട്ടില്ല. നമ്മളിവിടെ നിൽക്കണോണ്ടോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്കൂൾ ബസ്സുകൾ തടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ റോട്ടിൽ ഇറക്കുക. ഏത് സ്കൂൾ ബസ് തടുക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ ഇറക്കിയിട്ട് പ്രതിഷേധിക്കുക. അപ്പോൾ അതിനൊരു തീരുമാനമാവും. പ്രൈവറ്റ് സ്കൂൾ ബസ്സിൽ ഇതാണ് തടുക്കണമെന്ന് പറഞ്ഞത്. ഗവൺമെൻറ് സ്കൂൾ ബസ്സൊക്കെ വിടുന്ന പറഞ്ഞ് നമ്മളെ ചുറ്റുവട്ടത്ത് പ്രൈവറ്റ് സ്കൂൾ ബസ് ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പോൾ ആ സ്കൂൾ ബസ്സൊക്കെ മാസം 5000 രൂപ കെട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അത് ഞങ്ങളെ കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്, ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഓൾറെഡി ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ടോളും ടാക്സ് ഒക്കെ കൊടുത്ത് അടച്ചുകൊണ്ട് പോവുകയാണ്. ഇത് എന്തായാലും സമീപിക്കാൻ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, സ്കൂൾ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ബൈ റോഡ് ടു ബൈ റോഡാണ്. ഒരിക്കലും ഹൈവേ ഉപയോഗിക്കണില്ല. ഒക്കെ ബൈ റോഡ് ടു ബൈ റോഡ്, പോക്കറ്റ് റോഡിൽ നിന്ന് കുട്ടികളെ എടുക്കാനാണ് ഈ പോകുന്നത്. അവർ 2 നേരം ദിവസം പോവുള്ളൂ. അതിനിവിടെ ടോൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചെറിയൊരു സൂചനയാണ്. പിന്നെ ഒരു നിയമമാണ് പറഞ്ഞത്. നിയമം പറയുമ്പോൾ സർവീസ് റോഡിന്റെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല. അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നുമില്ല. നിയമപരമായിട്ട് ഇത് തടുക്കും, ഞങ്ങൾ തടുക്കും എന്നുള്ള പ്രതിഷേധമാണ് അവർ പറഞ്ഞത്. പോലീസിനെ ഇറക്കി നോക്കിയോലെ, പോലീസല്ല പട്ടാളം വന്നാലും നമ്മളിലുള്ള ആളുകൾ നമ്മളിവിടെ ഒന്നും ചെയ്തിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വെറുതെ വന്ന് തടുക്കണ്ടോ നോക്കാൻ വേണ്ടി വന്ന് നമ്മളാണ് പോലീസിനെ വിട്ടാണ്ട് ഒരു പേടിപ്പിക്കാൻ നോക്കുന്നത്. എന്തുകൊണ്ട് സൈൻ ബോർഡ് വെക്കുന്നില്ല? ഇതൊന്നും ഞങ്ങളോട് മാത്രം സംസാരിക്കാം. ഇവർക്ക് പരിഹാരം കൊടുക്കാൻ കഴിയില്ല. അത് വേറെ വിഷയം. എല്ലാവരുടെ കാര്യം മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ ഇവിടെ വന്ന് മറ്റുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. ഈ ബൈറോഡ് എന്താണ്? വൺ വേ ടു വേണോ? പോലീസുകാർ എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് സൈൻ ബോർഡ് നിങ്ങൾ കളക്ടറൊക്കെ പരാതി കൊടുത്തില്ലേ? ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ഇന്നിവിടെ സ്കൂൾ വണ്ടികൾ തടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇന്ന് കൂടിയിട്ടുള്ളത്, നാട്ടുകാരൊക്കെ. അപ്പോൾ ഇന്നിവിടെ ആരും തടുത്തിട്ടില്ല. പിന്നെ ജസ്റ്റ് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയ വിവരം. ഇപ്പോൾ പോലീസുകാരും വന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ്. അപ്പോൾ എന്തായാലും ഇനി സ്കൂൾ വണ്ടികൾ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും അനുവദിക്കൂല. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് നമ്മുടെ നാട്ടുകാർ ഉണ്ടായിരിക്കും ഇവിടെ വെട്ടിച്ചിറ ടോളിൽ.